Hello everyone. Even though it says classification of carbohydrates, I'll just be explaining how uh, different aldoses are and their structures and how to remember them by heart. Um, I'll later come up with a video for ketosis as well if you guys want it. Uh, and the rest of the classification of carbohydrates is pretty straightforward, it's simple. So I'm not going to delve more into that. And yeah, if you guys have any requests for certain topics that I should cover, please let me know. Yeah, on to the video. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മോണോസാക്രൈഡ്സ് ആണ്. അപ്പം അതിനകത്ത് ബേസിക്കലി നമുക്ക് ജസ്റ്റ് സ്ട്രക്ചറും കാര്യങ്ങളും മാത്രമേ ഞാൻ ഈ വീഡിയോക്കകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഈ സ്ട്രക്ചർ പിന്നെ അതിൻ്റെ പേര് ഓർക്കുന്നതൊക്കെ പൊതുവെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം നമുക്ക് ആൽഡോസിൽ നിന്ന് നമുക്ക് ആൽഡോസിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു CHO ഇൻക്ലൂഡിങ് ദ CHO ഗ്രൂപ്പ് നമുക്ക് മൂന്ന് കാർബൺ ആറ്റംസ് പ്രസൻ്റ് ആണ്. എന്നിട്ട് താഴത്തെ നമുക്ക് CH2OH എഴുതാം. നടുക്കുള്ളതിലായിരിക്കും നമ്മുടെ OH വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോണോസാക്രൈഡ് വിച്ച് ഈസ് ഗ്ലിസറാൾഡിഹൈഡ് അല്ലെങ്കിൽ ഡി ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയും. ഡി ഗ്ലിസറാൾഡിഹൈഡ് അല്ലെങ്കിൽ എൽ ഗ്ലിസറാൾഡിഹൈഡ് എന്ന് നെയിം വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ OH ഗ്രൂപ്പിൻ്റെ പൊസിഷനാണ്. OH ഗ്രൂപ്പ് റൈറ്റ് സൈഡിലാണെങ്കിൽ അതിനെ ഡി ഗ്ലിസറാൾഡിഹൈഡ് അല്ലെങ്കിൽ ഡി വെച്ച് നമുക്ക് വിളിക്കാം. അതേസമയം OH ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമുക്കതിനെ എല്ലിൻ്റെ ടേംസിൽ നെയിം ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ദ ബേസിക് ഐഡിയ അല്ലെങ്കിൽ ദ ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. മൂവിങ് ഓൺ, നമുക്ക് വേറൊരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഈ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് അല്ലെങ്കിൽ എനാൻഷ്യോമേഴ്സ് കണ്ടുപിടിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമുലയുണ്ട് 2n, where n is the number of asymmetric carbon. അത് ആൽഡോസിൻ്റെ കേസിൽ n എന്ന് പറയുന്നത് 1, 2, 3 അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അതേസമയം കീറ്റോസിൻ്റെ കേസിൽ n എന്ന് പറയുന്നത് 0ൽ നിന്ന് തുടങ്ങും. 0, 1, 2 ആൻഡ് ഇറ്റ് ഗോസ് ഓൺ. അപ്പോൾ ഈ ഡീഗ്ലിസറാൾഡിഹൈഡിനുള്ള രണ്ട് ഒപ്റ്റിക്കൽ ഐസോമർ അല്ലെങ്കിൽ ആൻഷ്യോമേഴ്സ് എന്ന് പറയുന്നതാണ് DUL. ദാറ്റ്സ് ബേസ്. അപ്പോൾ ഇതിൽ നിന്ന് ഇനി നെക്സ്റ്റ് മോണോസാക്രൈഡ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നമ്മൾ വരച്ച ടെട്രോസാണ്. ടെട്രോസ് അല്ല, മൈ ബാഡ്, ട്രയോസ്. കാരണം 3 കാർബൺ ആറ്റമാണ്. അപ്പോൾ ഇനി അടുത്തത് വരുന്നത് ടെട്രോസാണ്. അടുത്ത ടെട്രോസ് നമുക്ക് 2 വരും. അത് 2 ഏതൊക്കെയാണെന്നും അത് വരയ്ക്കാനുള്ള എളുപ്പവഴി ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡി ഗ്ലിസറാൾഡിഹൈഡിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഇതിൻ്റെ ഫോളോയിങ്, അതായത് 2 ടെട്രോസിനെയുള്ളത് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പം വരയ്ക്കാം. ടെട്രോസ് എന്ന് പറയുമ്പോൾ 4 കാർബൺ ആറ്റം, 1, 2, 3, 4. സെയിം തിങ് ആസ് ബിഫോർ. ഒരു CHO, താഴെ ഒരു CH2OH, പിന്നെ നമ്മൾ ലോവർ കാർബൺ, അതായത് CH2OHൻ്റെ തൊട്ട് മേലുള്ള കാർബണിൽ നമ്മൾ ഈ OHും Hും അവിടെ എടുത്ത് വരയ്ക്കും. ഓക്കെ, ഇതേ സെയിം സ്ട്രക്ചർ, അതായത് ഞാൻ ഈ സെക്കൻഡ് നമ്പർ ചെയ്യാം, 1, 2, 3, 4. ഈ സെക്കൻഡ് കാർബണിൽ ഞാൻ വരയ്ക്കാം. ഐ കം ടുവേർഡ്സ് ഇറ്റ്. ബിഫോർ ദാറ്റ് ഇതിൽ അതായത് ഈ ഗ്ലിസറാൾഡിഹൈഡ് എന്നുള്ള 2 ടെട്രോസിൻ്റെയും ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഞാനത് ജസ്റ്റ് ഇപ്പുറ സൈഡോട്ട് കൂടെ കോപ്പി ചെയ്തിടാം. ഓക്കെ, ഇതിൽ നിന്നാണ് ഇനി രണ്ടായിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് സെക്കൻഡ് കാർബണിലെ ബ്രാഞ്ചസ് ആണ്. ഈ സെക്കൻഡ് കാർബണിലെ ബ്രാഞ്ചസിൽ OH റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ഡീഎറിത്രോസ്. On the other hand, if the OH group is on the left side, it's called D-triose. Okay, അപ്പോൾ ഇവർക്ക് ഇതേ രണ്ട് സിമെട്രിക് കാർബൺ ഉണ്ട്. അതുകൊണ്ട് 2^2 which is 4 D എർത്രോസും L എർത്രോസും ഉണ്ട്. that makes it 2.
ഡി ത്രിയോസും എൽ ത്രിയോസും ഉണ്ട്. അനദർ 2 2 + 2 4. അപ്പം 4 ഒപ്റ്റിക് ലൈസോമേഴ്സ് ഓർ എനാൻഷ്യോമേഴ്സ് ആർ പ്രസൻറ്റ്. ഓക്കെ, അപ്പം ഈ രണ്ട് പേര് നമുക്ക് ഓർക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. എറിത്രോസും ത്രിയോസും, സിമ്പിൾ. ഇനി ഇവരെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എറിത്രോസിനെയും ത്രിയോസിനെയും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെയൊക്കെ വരുമ്പോഴേ കുറച്ചുകൂടി ഡിഫിക്കൽട്ടാകുന്നു. ടെട്രോസ് കഴിഞ്ഞുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ 3 കാർബൺ ആറ്റം പറഞ്ഞു, 4 കാർബൺ ആറ്റം പറഞ്ഞു, അപ്പോൾ ഇനി 5 കാർബൺ ആറ്റം പെൻറ്റോസ്. ഓക്കെ, നമുക്ക് ആദ്യം എറിത്രോസിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാം. വിച്ച് വുഡ് ബി 1 2 3 4. CHO മേളിൽ, CH2OH താഴെ. എറിത്രോസിന് 2 OH ഒരേ സൈഡിലോട്ടാണ്. ഇതിങ്ങനെ വരച്ച് വരച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ നിൽക്കും, എളുപ്പമായിരിക്കും. ഇതാണ് ഡി എറിത്രോസ്. ഡി എറിത്രോസിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് 2 പെൻറ്റോസിനെ വരയ്ക്കാം. സെയിം പ്രൊസീജിയർ ആസ് ബിഫോർ. എങ്ങനെയായിരുന്നു? ഇവിടുത്തെ നമ്മൾ ആദ്യം 4 കാർബൺ ആറ്റം ആയിരുന്നല്ലോ വരച്ചത്, അപ്പോൾ ഇനി നമുക്ക് 5 കാർബൺ ആറ്റം ഉള്ളത് വേണ്ട. അപ്പോൾ നമ്മൾ 5 കാർബൺ ആറ്റം ആദ്യം വരയ്ക്കും. 1 2 3 4 5. സെയിം തിങ് ആസ് ബിഫോർ. CHO CH2OH. ഈ ഭാഗത്തുള്ള ഈ 2 ബ്രാഞ്ചസും നമ്മൾ അതിൻ്റെ ലോവർ പോർഷനിൽ വരയ്ക്കും. അപ്പോൾ ലോവർ പോർഷനിൽ ഈ 2 സൈഡിലും OH വരും. അപ്പോൾ ഇതാണ് എറിത്രോസിൽ നിന്നുള്ള പെൻറ്റോസിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിടുക. പിന്നെ ചേഞ്ച് വരുന്നത് അഗൈൻ സെക്കൻഡ് കാർബണിൽ മാത്രമേ ചേഞ്ച് വരുള്ളൂ. അപ്പോൾ സെക്കൻഡ് കാർബണിൽ ഒരു സൈഡിൽ OH റൈറ്റ് സൈഡിലും മറ്റേ സൈഡിൽ OH ലെഫ്റ്റ് സൈഡിലോട്ടും വരും. ദിസ് മേക്സ് ഇറ്റ് റൈബോസ്, ഡി റൈബോസ്. ആൻഡ് ദി അതർ വൺ ഇസ് ഡി അറാബിനോസ്. അപ്പം ഇവിടെയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ് നമുക്ക് ഈ പേര് ഓർത്ത് വയ്ക്കാൻ. സോ എറിത്രോസിൽ നിന്നുള്ളത് റൈബോസ് അറാബിനോസ്. അപ്പോൾ നമുക്കൊരു കോഡാക്കാം, റിയാർ എന്ന കോഡ് കൊണ്ട് നമുക്ക് ഓർക്കാം. ഓക്കെ, ഇനി ത്രിയോസിൽ നിന്നുള്ള നമ്മൾ ആദ്യം ത്രിയോസ് വരയ്ക്കുന്നു. 1 2 3 4. CHO CH2OH. OH on the right for the third carbon, OH on the left for the second carbon. This is D trios. ഓക്കെ, അപ്പോൾ ഡി ത്രിയോസിൻ്റെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് വരുന്ന പെൻറ്റോസിനെ വരയ്ക്കാം. സെയിം പ്രൊസീജിയർ ആസ് ബിഫോർ. നമ്മൾ പെൻറ്റോസിനെ വരയ്ക്കുന്നത്. സോ 5 കാർബൺ ആറ്റംസ്. 1 2 3 4 5. 1. Actually, I'll just copy paste this. Okay. CHO at the top, CH2OH at the bottom. I'll just copy whatever the branches are for these 2 carbons, and I'll just move it on to the 4th and the 3rd one. There'll be OH here, H here, OH here, H here. Let me just copy paste that. Okay. Again, ചേഞ്ച് വരുന്നത് സെക്കൻഡ് കാർബണിൽ മാത്രം. OH റൈറ്റ് സൈഡിൽ വരും ഒരു സൈഡിൽ, OH ലെഫ്റ്റ് സൈഡിൽ വരുന്നത് മറ്റേ സൈഡിൽ. ഇത് രണ്ടിൻ്റെയും പേര്, ഒരാൾ ഡി സൈലോസ്, മറ്റൊരാൾ ഡി ലൈക്സോസ്. ഇവർക്കും നമുക്കൊരു കോഡിട്ട് പഠിക്കാം, സൈലി. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഓർക്കാൻ എളുപ്പത്തിലുള്ള കോഡ് വെച്ച് നമുക്ക് ഇത്രയും സാധനങ്ങൾ പഠിക്കുന്നത്. നമുക്കിതിപ്പം ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് മോണോസാക്രൈഡ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ സെക്ഷൻ മാത്രമാണ്. അപ്പം ഇത്രയും കണ്ടൻറ്റ് പഠിക്കുന്നതിൻ്റെ കൂടെ ഈ ഒരു എന്താ പറയുക, മെമ്മറി വെച്ച് മാത്രം നമുക്ക് ഓർത്തിരിക്കേണ്ട കുറച്ച് സാധനങ്ങളായതുകൊണ്ട് ഇങ്ങനത്തെ ചിലപ്പോൾ ഫണ്ണി കോഡ്സ് ആയാലും കുഴപ്പമില്ല, ഇറ്റ് വർക്ക്സ്. അപ്പം നമുക്കങ്ങനെ കുറച്ച് മെമ്മറി റിറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും, വിച്ച് മേക്സ് തിങ്സ് ഈസിയർ. നമുക്കിതിനെ സൈലി എന്ന് പറഞ്ഞ് ഓർക്കാം. ഓക്കെ,
ഇനി റൈബോസ്, അറാബിനോസ്, സൈലോസ്, ലൈക്സോസ്, ഈ 4 മോണോസാക്കറൈഡിൽ അല്ലെങ്കിൽ ഈ 4 പെൻറ്റോസിൽ നിന്നും ഇനി അവരെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഒരു ഹെക്സോസും കൂടെ പഠിക്കണം. അപ്പം തുടങ്ങാം. ഞാൻ ആദ്യം റൈബോസും അറാബിനോസും വരയ്ക്കാം. പിന്നെ റൈബോസിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ കാണാതെ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാകട്ടോ. റൈബോസൊക്കെ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് റൈബോസിൻ്റെ സ്ട്രക്ചറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, നമുക്ക് ആദ്യം റൈബോസിന് തുടങ്ങാം. 1 2 3 4 5 CHO, CH2OH, OH എല്ലാം റൈറ്റ് സൈഡിൽ, H എല്ലാം ലെഫ്റ്റിൽ. This is D-ribose. I'm just going to copy paste this. Copy paste ചെയ്തതിന് ശേഷം I'm just going to make one change. സെക്കൻഡ് കാർബണിൽ OH വെച്ച് ഒന്ന് തിരിച്ചെഴുതും. So OH on the left and H on the right. That makes it D-arabinose. ഓക്കെ, ഓ ഇനി നമുക്ക് D-ribose എന്നുണ്ടാകുന്ന ഹെക്സോസിനെ കുറിച്ച് നോക്കാം. ഹെക്സോസ് 6 carbons, 1 2 3 4 5 6. സെയിം തിങ് CHO, CH2OH. ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ താഴോട്ട് എടുത്ത് എഴുതുന്നു ഫോർ ദ 5th, 4th and 3rd carbons. So OH, 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 H, H, H. ഇതിൽ നിന്നുണ്ടാകുന്ന ഹെക്സോസിൻ്റെ ബേസിക് സ്ട്രക്ചറാണിത്. സോ ഐം ജസ്റ്റ് ഗോണ കോപ്പി ആൻഡ് പേസ്റ്റ് ദാറ്റ്. ഓക്കെ, സോ ചേഞ്ച് വരുന്നത് എവിടെയാണ്? സെക്കൻഡ് കാർബണിൽ മാത്രം. OH on the right for the first one and OH on the left for the second one. ഇത് രണ്ടിൻ്റെയും പേര് D-allose and D-altrose. ഇതിന് കോഡ് എന്ന് പറയുന്നത് അല്ലോ ആൽട്രോ. ആൽട്രോ എന്നൊരാൾക്ക് ഹലോ പറയുന്ന പോലെ നമുക്ക് ഓർക്കാം, അല്ലോ ആൽട്രോ. യാ, സെയിം തിങ് ഫോർ ദ നെക്സ്റ്റ് അറാബിനോസ്. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, 6 കാർബൺ വരയ്ക്കുന്നു. CHO, CH2OH at the bottom. I'm just going to copy the branches for the 3 carbons that are present in the middle to the 5th, 4th and 3rd. That would be 2 OH on the right, 1 OH on the left. I'm just going to fill everything else with H. This is the basic structure of a hexose from Arabinose. I'm going to copy that, paste that on the right, and then I'm going to fill in the second carbon. So OH on one side for the right, OH on the right for the one on the left, and OH on the left for one of them. ഇത് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള 2 സ്ട്രക്ചേഴ്സാണ്. ഒരെണ്ണം ഡി ഗ്ലൂക്കോസ്, മറ്റേത് ഡി മാനോസ്. കോഡ് അഗൈൻ ഒരു 3 letter വേർഡിന് പോകുന്നു. സോ ഗ്ലൂമാൻ, ഈസി ടു റിമെമ്പർ. Moving on, I'm just gonna write the name of D-xylose because it's the same thing, and by now you should be able to do this by yourself. Xylose and lexose. I'm gonna draw the hexose for it. 1 2 3 4 5. CHO at the top, CH2OH at the bottom. 1 2 3 4 5 up. 6 CH2OH at the bottom. And for lexose it was OH, H, HOH,
OH, H. I'm going to draw the same thing on the right. And again, same thing. The only change is present in the second carbon of that monosaccharide. So OH on the right for one of them, OH on the left for the next one. ഇത് രണ്ടിൻ്റെയും പേര് ഡി ഗുലോസ് ആൻഡ് ഡി ഐഡോസ്. ഗൂലിഡ് ക്യാൻ ബി ദ കോഡ്. നമ്മളിതുവരെ പറഞ്ഞ കോഡ് എന്തൊക്കെയായിരുന്നു? റിയാർ, റൈബോസ് അറാബിനോസ് ഫ്രം എറിത്രോസ്, സൈലി ഫ്രം ത്രിയോസ്, സൈലോസ് ലൈക്സോസ്. അഗെയിൻ റൈബോസിൽ നിന്ന് വരുന്നത് അലോവാൽട്രോ, അറാബിനോസ് എന്ന് വരുന്നത് ഗ്ലൂമാൻ, ഗ്ലൂക്കോസ് മാനോസ്. സൈലോസ് എന്ന് വരുന്നത് ഗൂലിഡ്, ഗുലോസ് ഐഡോസ്. ലാസ്റ്റ് വൺ ലൈക്സോസ് എന്ന് വരുന്ന രണ്ടെണ്ണം. I'm just gonna copy this because I'm lazy. And I'm gonna make a change here. H, OH, H, OH. Okay, so this is the basic structure of a hexose from Lysose. Again, the only difference is in this second carbon. OHH, OH on the right side for one of them, OH on the left for the next one. ഇതും നമുക്ക് ഇതിൽ ഒരെണ്ണം നമുക്ക് ബയോളജിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു മോണോസാക്കറൈഡ് ആണ്. that would be the first one, D-galactose and D-talose. Code can be GATA. അപ്പോൾ ആൽഡോസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് ബയോകെമിസ്ട്രിയിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ് എന്തായാലും സിലബസിൽ കൊടുത്തിട്ടുണ്ട്. സോ ദർ ക്യാൻ ബി ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ്. ചിലപ്പോൾ ഒരെണ്ണം തന്നിട്ട് അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കാം. എൽ എന്ന് പറയും, അതായത് ഇതിൻ്റെ എൽ ഫോംസ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് എഴുതിയാൽ മതി. OH on the left, that's it. It's that simple. It's not that complicated. പിന്നെ ഇതെല്ലാം ഓർത്തിരിക്കുന്നത് that just you can make it easier by practice. With practice it'll get easier. പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കോഡും കാര്യങ്ങളൊക്കെ വെച്ച് ഓർക്കാൻ ശ്രമിക്കുക. Another extra information, there's something called what was it? Maybe I should cut that out. I forgot what it was. Yeah, so I'm gonna wind up here for aldoses. I'll come up with another video for ketose. Again, same thing, pretty simple. But if someone needs any help, I'll post the video soon. If you have any requests on certain topics that I should cover, please let me know in the comments. Yeah, that's pretty much it. Thank you. Have a nice day.